നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിതീവ്ര മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. മഴയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട AC മൊയ്തീൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കാശുള്ളവനോ കാശില്ലാത്തവനോ എന്ന വലിപ്പച്ചെറുപ്പമില്ലാതെ വഴിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരിൽ നിന്ന് ദയാദാക്ഷിണ്യമില്ലാതെ പിഴ ഈടാക്കുമെന്നും 1.5 വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യവിമുക്തമാക്കുമെന്നും തദ്ദേശ മന്ത്രി MP രാജേഷ്. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പൊതുജനങ്ങളുടെയും പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സ്വപ്നമായ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അതിതീവ്ര മഴയ്ക്ക് ശമനം. ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് നേരിയ കുറവുണ്ടായെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴ. മുന്നറിയിപ്പുമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാവിലെ മുതൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത്. ജൂൺ 4 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. അതേസമയം സംസ്ഥാനത്ത് ജൂൺ 2-ന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്നാണ് നിലവിലെ തീരുമാനമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കാലാവസ്ഥ നോക്കിയ ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തീയതിയിൽ മാറ്റം വേണമോ എന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട AC മൊയ്തീൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുന്നംകുളത്തെ MLA-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇന്ദിരാഭവനിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കാണിയമ്പാൽ റോഡിലെ MLA-യുടെ ക്യാമ്പ് ഓഫീസ് റോഡിലേക്ക് പ്രവേശിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് നീക്കി പ്രതിഷേധക്കാർ മുന്നോട്ടു നീങ്ങിയതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പത്തോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധയോഗം മുൻ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് 180 കോടി രൂപ CPM-ന്റെ നേതാക്കന്മാർ 300 കോടിയിൽ 180 കോടി രൂപ 150 കോടി 150 ലക്ഷമല്ല. നമ്മൾ 180 രൂപ എന്ന് കേൾക്കുമ്പോൾ വിളിക്കുന്ന ഈ ഷാജിയെ പോലെയുള്ള മുനിസിപ്പൽ കൗൺസിലർമാർ തളർന്നു വീഴാനിടയുണ്ട്. 180 രൂപ എന്ന് പറയുമ്പോൾ 1500 രൂപയല്ല, 11,000 രൂപയല്ല, 1,80,000 രൂപയല്ല, 1,80,000 അല്ല, 150 കോടി രൂപ CPM-ന്റെ നേതാക്കന്മാർ അഴിമതി നടത്തിയെന്ന് ED കണ്ടെത്തിയിരിക്കുന്നു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, രഘുസ്വാമി, UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയശങ്കർ, കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ വെങ്ങലശ്ശേരിയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണു. ചേർന്തല ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്കാണ് മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ ഇടിഞ്ഞു വീണത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് സംഭവം. വഴി പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി, വാർഡ് മെമ്പർ സി.ഡി. സൈമൺ എന്നിവരും വില്ലേജ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഇടപാടുകൾക്കപ്പുറം സൗഹൃദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ട്രഷറികളെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കുന്നംകുളം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭാ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു ധനമന്ത്രി. മാസത്തിലൊരിക്കൽ ട്രഷറിയിലെത്തുന്ന ഒരു വിഭാഗക്കാരാണ് റിട്ടയർഡ് ഉദ്യോഗസ്ഥർ. അവർക്ക് സുഹൃത്തുക്കളുമായി ഒത്തുകൂടാനുള്ള ഒരു സൗഹൃദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ട്രഷറി. അതുകൊണ്ടുതന്നെ അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് 1ാം നിലയിൽ തന്നെ ആവശ്യമായ സൗകര്യങ്ങളൊരുക്കിയാണ് പുതിയ ട്രഷറികൾ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജംഗ്ഷൻ വികസനവും റോഡ് നിർമ്മാണവും സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണവുമെല്ലാം സർക്കാർ മാറുമ്പോൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളല്ല. എന്നാൽ പലപ്പോഴും അതിന് പൂർണ്ണതയുണ്ടാകാറില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വികസന തുടർച്ചയുള്ളതുകൊണ്ട് ഇവയെല്ലാം പൂർണ്ണതയോടെ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകുന്നുണ്ടെന്നും ജനപങ്കാളിത്തമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. ഒരു നയാ പൈസ പോലും കേരളത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 15 തുറമുഖങ്ങളുള്ളതായ വിഴിഞ്ഞ നിർമ്മിച്ചതിന് ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഈ ഗവൺമെന്റ് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇത് LDF UDF എന്നുള്ള കാര്യമൊന്നുമില്ല, ബഹിഷ്കരണമൊന്നും അനുകൂലമൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും കൂടിയ തുറമുഖത്ത് ചിലപ്പോൾ എന്താ എല്ലാവരുടെ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തിലെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്ക് കൂടിയാണ്. ആ കാര്യങ്ങൾ ആകെ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്നതിന് ജനങ്ങളെല്ലാം ഒരുമിച്ച് വേണം. അതിന്റെ ധനകാര്യ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിന്റെ അടിത്തറ. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കെ. രാധാകൃഷ്ണൻ MP വിശിഷ്ടാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ I. ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ചിത്ര വിനോബാജി, അഡ്വക്കേറ്റ് കെ. രാമകൃഷ്ണൻ, ES രേഷ്മ, മിനി ജയൻ, രേഖ സുനിൽ, മീന സാജൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മം വേണുഗോപാൽ, ജലീൽ ആദൂർ, AV വല്ലഭൻ, വാർഡ് കൗൺസിലർ മിനി മോൺസി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സബ് ട്രഷറി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാലപ്പഴക്കം മൂലം ശോചനീയാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി കുന്നംകുളത്ത് സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിൽ സബ് ട്രഷറി ഓഫീസ് ഗുരുവായൂർ റോഡിലെ വാടക കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തിച്ചു വരുന്നത്. ശക്തമായ മഴയിൽ വടക്കേക്കാട് നായരങ്ങാടിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ജീവനക്കാർക്കും മറ്റും പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. നായരങ്ങാടി ഷോപ്പിംഗ് കോംപ്ലക്സിന് പിന്നിൽ നിർമ്മിച്ച കാനകൾക്ക് വീതി കുറവാണ്. പലയിടങ്ങളിൽ നിന്നായി വരുന്ന വെള്ളം പോകാൻ പര്യാപ്തമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. സംസ്ഥാന പാതയിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വാഹനങ്ങൾ പോകുമ്പോൾ സമീപമുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നത് അതിരൂക്ഷമായി തുടരുകയാണ്. വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഇനിയും മഴ തുടരുകയാണെങ്കിൽ കടകൾ അടച്ചിടേണ്ട സാഹചര്യമാണെന്നും വ്യാപാരികൾ പറഞ്ഞു. അധികൃതർ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കാശുള്ളവനോ കാശില്ലാത്തവനോ എന്ന വലുപ്പച്ചെറുപ്പമില്ലാതെ വഴിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരിൽ നിന്ന് ദയാദാക്ഷിണ്യം ഇല്ലാതെ പിഴ ഈടാക്കുമെന്നും 1.5 വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്തമാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ ഫീസ് കൊടുക്കാൻ മടിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നവർ സാമൂഹ്യവിരുദ്ധരാണെന്നും നാടിനെ ശുചിത്വപൂർണ്ണമാക്കുവാൻ എല്ലാവരുടെയും നിസ്വാർത്ഥമായ പിന്തുണ വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട് നീളെ ഈ പാവം ഹരിതകർമ്മസേനക്കാർ നടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ചിലരെ ബാധിച്ചിട്ടേയില്ല. ഇനി മാർഗമൊന്നുമില്ല. ബോധവൽക്കരണം അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി മാർഗമുള്ളൂ. ഈ ഹരിതകർമ്മസേനയ്ക്ക് 50 റുപ്യ ഫീസ് കൊടുക്കാൻ മടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരുള്ള നാടാണ് നമ്മുടെ നാട്. ഇവർ വരുമ്പോൾ വാതിൽ കൂട്ടിയിട്ട് ബെല്ലടിച്ചാലും തുറക്കാതെ അടച്ചിരിക്കുക, 50 റുപ്യ ലാഭിക്കുക. എന്നിട്ടോ ഈ വീട്ടിലെ വേസ്റ്റും കൊണ്ട് രാത്രി ഇരുട്ടായ കാറോ മോട്ടോർ സൈക്കിളോ എടുത്തിട്ട് തലയിൽ കൂടെ തുറത്തും തൊട്ടിട്ട് ഇറങ്ങുകയാണ്. പറ്റിയൊരു സ്ഥലം കിട്ടണമെങ്കിൽ 4-5 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. ദിവസം 50 റുപ്യയുടെ പെട്രോൾ കത്തിച്ചാലും ശരി, മാസം 50 റുപ്യ ഇവർക്ക് കൊടുക്കുന്നതിലാണ് പിശുക്ക്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു.
ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP റിഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈദാലിക്കുട്ടി, KH സലാം, AA മഹേന്ദ്രൻ, EP സുരേഷ് കുമാർ, TP ഷാഹു, വർഷ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ ശുചിത്വ മേഖലയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. നഗരസഭയുടെ പരപ്പിൽ താഴത്തുള്ള 50 സെന്റ് സ്ഥലത്ത് 5800 ചതുരശ്ര അടിയിൽ ദൈനംദിനം 3 മെട്രിക് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റാണ് 1,15 ലക്ഷം രൂപ ചിലവിട്ട് നഗരസഭ നിർമ്മിച്ചത്. പ്ലാന്റിലൂടെ ജൈവമാലിന്യത്തെ തികച്ചും ശാസ്ത്രീയമായി സംസ്കരിച്ച് പോഷകസമൃദ്ധമായ ജൈവവളമാക്കുന്നത് വഴി കാർഷിക മേഖലയ്ക്ക് കൂടി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. എരുവപ്പെട്ടി നെല്ലുവായ് പുഴയിൽ നീർനായ്ക്കളെ കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചപ്പോഴാണ് നീർനായ്ക്കളെ കണ്ടത്. ഒഴുക്കിനെതിരെ നീന്തുന്ന പ്രവണതയുള്ള ജീവിയാണ് നീർനായ. ആക്രമണ സ്വഭാവമുള്ള നീർനായ പല സ്ഥലങ്ങളിലും വെള്ളത്തിലിറങ്ങി മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട്. മുൻപും എരുവപ്പെട്ടി പുഴയിൽ നീർനായ്ക്കളെ കൂട്ടത്തോടെ കണ്ടിട്ടുമുണ്ട്. എരുവപ്പെട്ടി ആറാട്ടുകടവ് പരിസരത്താണ് കൂടുതലും ഇവയെ കണ്ടിട്ടുള്ളത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുന്നയൂർക്കുളം മണ്ടത്തോട് GMLP സ്കൂളിന് മധുരമേറെയാണ്. ഇത്രയും നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. പിണറായി സർക്കാരിന്റെ 5ാം വാർഷികാഘോഷ ഉപഹാരമായി പുതുതായി നിർമ്മിച്ച അണ്ടത്തോട് GMLP സ്കൂൾ നാടിന് സമർപ്പിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷനായി. ചടങ്ങിൽ സ്ഥലം സംഭാവന നൽകിയ പുതിയടത്ത് സോമനെയും ഇത്രയും നാൾ സ്കൂളിനായി കെട്ടിടം വിട്ടുതന്ന അണ്ടത്തോട് മഹല്ല് കമ്മിറ്റിയെയും സ്ഥലമെടുപ്പിനായി സഹകരിച്ച ആവീസ് കമ്മിറ്റിയെയും മന്ത്രി ആദരിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് അവതരണം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രേമ സിദ്ധാർത്ഥൻ, മൂസ ആലത്തയിൽ, ബിന്ദു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര തുടങ്ങി ജനപ്രതിനിധികളും, തൃശൂർ PAV പ്രൊജക്ട് ഡയറക്ടർ TG അഭിജിത്ത്, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ജയശ്രീ, ചാവക്കാട് BPC MT സംഗീത, നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് എഞ്ചിനീയർ TG ശ്രീജിത്ത്, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AD ധനീബ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക PA റസിയ നന്ദിയും പറഞ്ഞു. 5756 ചതുരശ്ര അടിയിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 6 ക്ലാസ് റൂമുകൾ, സ്റ്റാഫ് റൂം, കിച്ചൺ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ സ്കൂൾ യാഥാർത്ഥ്യമായത് MLA, പഞ്ചായത്ത്, നാട്ടുകാർ, കേരള സർക്കാർ എല്ലാവരും ഒന്നിച്ചപ്പോഴാണ്. ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ ഇതുപോലൊരു സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നത് സംശയമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുതിയടത്ത് സോമൻ എന്ന വ്യക്തി നൽകിയ 20 സെന്റ് സ്ഥലവും പഞ്ചായത്ത് വാങ്ങിയ 32 സെന്റ് സ്ഥലവും കൂടി 52 സെന്റ് സ്ഥലമാണ് സ്കൂളിനായി ലഭിച്ചത്. MLA ഫണ്ടിൽ നിന്നും 99.5 ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടും നാഷണൽ അർബൻ മിഷന്റെ ഫണ്ടും ചേർത്ത് 82.8 ലക്ഷം രൂപയും ലഭിച്ചതിനാലാണ് ഇവിടെ ഇത്തരമൊരു LP സ്കൂളിന് ആധുനിക രീതിയിലുള്ള കെട്ടിടം സാധ്യമായത്. 3 കോടി രൂപയുടെ കെട്ടിടവും ചുറ്റുമതിലും 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരവും 8 ലക്ഷം രൂപയുടെ സ്മാർട്ട് ക്ലാസ് റൂമും ഇനിയും നിർമ്മിക്കാനിരിക്കുന്നുമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ചാവക്കാട് നഗരസഭയിലെ ഒറ്റത്തെങ്ങ് തെക്കഞ്ചേരി റോഡ് വെള്ളത്തിൽ മുങ്ങി. ഒരുമനൂർ പഞ്ചായത്തിനെയും ചാവക്കാട് നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ്. 2 വർക്ക്ഷോപ്പുകളിൽ വെള്ളം കയറി സ്ഥാപനം അടയ്ക്കേണ്ടി വന്നു. കനോലി കനാലിൽ പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പ്രായമായവരെയും രോഗികളെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇവിടെ. നടന്നിട്ടും അതിൻ്റെ ഉള്ളിൽ മരങ്ങൾ വീണ് കിടക്കണതും കച്ചറകളൊക്കെ കൂടിയിട്ട് ആ പാലത്തിൻ്റെ അവിടെ കടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കുള്ള ശക്തമായിട്ടുള്ള ഒഴുക്കില്ലാത്തത് ഇവിടെ. അതുകൊണ്ടാണ് ശരിക്കുള്ള ഒരു ഒഴുക്കിൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ ആ കഴുത്താക്കൽ പാലത്തിൻ്റെ അവിടെ നല്ല ഒഴുക്കുണ്ട്. അവിടെ ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ മരങ്ങൾ മറിഞ്ഞു കിടന്നിട്ടും തെങ്ങുകൾ മറിഞ്ഞു കിടന്നിട്ടും പിന്നെ പാലത്തിൻ്റെ അടിയിൽ തെങ്ങുകൾ കിടക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട് തെങ്ങുകൾ, മുള, മരങ്ങൾ, ഇതൊക്കെ ഇവിടെ മറിഞ്ഞ് കിടക്കുന്ന കാരണം ശക്തമായിട്ടുള്ള ഒഴുക്കില്ല. മെല്ലെ മെല്ലെ ഇവിടുന്ന് വെള്ളം പോണതേ. അതാണ് ശരിക്കുള്ള ഈ ഒഴുക്കിനെ. മുക്കുപണ്ടം പണയം വെച്ച് പണം അപഹരിച്ച കേസിൽ പലിശ സഹിതം തിരികെ നൽകുവാൻ കോടതി വിധി. 2021 കുന്നംകുളം നാഷണൽ ഫിനാൻസിൽ നിന്ന് 10 ലക്ഷം രൂപ അപഹരിച്ച കേസിലാണ് കുന്നംകുളം അടുപ്പുട്ടി ഇലവന്ത്ര വേലായുധൻ മകൻ ഷാജിക്കെതിരെ ചാവക്കാട് സബ് കോടതി ജഡ്ജ് വി വിനോദ് വിധി പറഞ്ഞത്. സ്വർണ്ണാഭരണങ്ങൾ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുക്കുപണ്ടം പണയം വെച്ച കേസിൽ പോലീസ് കേസ് കൂടാതെ സബ് കോടതിയിൽ നാഷണൽ ഫിനാൻസ് സിവിൽ കേസും ഫയൽ ചെയ്തിരുന്നു. സ്ഥാപനത്തിന് നേരിടേണ്ടി വന്ന നഷ്ടപരിഹാരം തേടിയാണ് പോലീസ് കേസ്. കൂടാതെ സിവിൽ നടപടിക്രമത്തിലൂടെ സബ് കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്യായക്കാരായ നാഷണൽ ഫിനാൻസിന് വേണ്ടി അഭിഭാഷകരായ സോജൻ ജോബ്, TI ജോയ് എന്നിവർ ഹാജരായി. വേലൂർ തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിൽ കുരുങ്ങിക്കിടന്നിരുന്ന മരത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കി. ശക്തമായ കാറ്റിലും മഴയിലും പുഴയിലേക്ക് കടപുഴകി വീണ മരമാണ് ഒഴുകിയെത്തി പാലത്തിൽ തടഞ്ഞു നിന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയിൽ മരം പാലത്തിൽ തടഞ്ഞു നിൽക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മരം മുറിച്ച് നീക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും പുഴയിൽ വെള്ളം ഉയർന്ന് ശക്തമായ ഒഴുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇതിനെ കഴിഞ്ഞിരുന്നില്ല. രാവിലെ വെള്ളം താഴ്ന്ന സാഹചര്യത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. പാലത്തിൽ കുരുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ദിവസം CCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. പുന്നിയൂർ ആലാപാലത്ത് ഫാമിൽ നിന്ന് പോത്തുകളെ മോഷ്ടിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി. മരത്തങ്കോട് സ്വദേശി 23 വയസ്സുള്ള രഹനാസിനെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. രഹനാസിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഓടി രക്ഷപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു. 1 മാസത്തിനിടെ 4 പോത്തുകളാണ് മോഷണം പോയത്. സ്ഥിരമായി പോത്തുകൾ മോഷണം പോയതിനെ തുടർന്ന് നാട്ടുകാരും ഫാം ഉടമയും രാത്രി കാവലിരുന്നു. അർദ്ധരാത്രി 1 മണിയോടെയാണ് സംഘം എത്തിയത്. പാടശേഖരത്തോട് ചേർന്ന് ഷെഡിൽ കെട്ടിയിരുന്ന പോത്തിനെ അഴിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ വരുന്നത് കണ്ട് ഇവർ ഓടി. പിന്തുടർന്ന് തിരച്ചിൽ നടത്തിയാണ് രഹനാസിനെ പിടികൂടിയത്. 3 പോത്തുകൾ രഹനാസും കൂട്ടരും ചേർന്ന് വിറ്റതായും പിടിക്കപ്പെട്ടപ്പോൾ ഒരെണ്ണത്തിനെ തിരിച്ചെത്തിച്ചതായും നാട്ടുകാർ പറഞ്ഞു. കുരഞ്ഞൂർ സ്വദേശി പണ്ടാരത്തിൽ അബ്ദുൾ ഗഫൂറിന്റെ പരാതിയിൽ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശക്തമായ മഴയിൽ പുന്നിയൂർക്കുളം, പുന്നിയൂർ, വടക്കേക്കാട് മേഖലകളിൽ വ്യാപക വെള്ളക്കെട്ട്. അണ്ടത്തോട്, ചെറായി, മുക്കഞ്ചേരി, ചക്കിത്തറ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുന്നിയൂർ മൂക്കഞ്ചേരി പാടം കൽവർട്ട് ഉയർത്തി റോഡ് ടാറിട്ടിരുന്നതാണ്. എന്നാൽ കൽവർട്ടിന്റെ ഇരുവശമുള്ള പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഇത് മൂലം കുഴിങ്ങര വടക്കേക്കാട് യാത്ര ദുരിതത്തിലാണ്. കുട്ടാടൻ പാടശേഖരത്തിലെ വലിയ തോടുകൾ കരകവിഞ്ഞു. നാക്കോല തോട് കരകവിഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നുണ്ട്. കണ്ടുബസാർ, നമസ്കാരപ്പള്ളി, മദ്രസ എന്നിവയുടെ മുറ്റം 2 അടിയോളം വെള്ളത്തിലാണ്. ഇവിടെ കനോലി കനാലിലേക്ക് വെള്ളം ഒഴുകുന്ന കാന ചിലയിടത്ത് കല്ലിട്ടടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറയുന്നു. റോഡിൽ വെള്ളം കയറിയതോടെ പ്രദേശത്തെ 5 ചെറിയ റോഡുകളും വെള്ളത്തിലാണ്. മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകും. ഇവിടങ്ങളിലെല്ലാം പ്രദേശവാസികൾ ആശങ്കയിലാണ്. ദേശീയപാത സർവീസ് റോഡിൽ കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് 2 കഷ്ണമായി തകർന്നു വീണു. നിരവധി തവണ ദേശീയപാത അധികൃതരോട് പറഞ്ഞിട്ടും തകരാർ പരിഹരിക്കുവാൻ തയ്യാറായില്ലെന്ന് പരാതി. അണ്ടത്തോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് തെക്കുഭാഗത്താണ് സർവീസ് റോഡിന്റെ സ്ലാബ് തകർന്നു വീണത്. നിരവധി ചെറുതും വലുതും ഭാരം കയറ്റിയതുമായ വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. മാത്രമല്ല, കാൽനട യാത്രികരും സ്ലാബിന് മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാന ഉൾപ്പെടെയാണ് സർവീസ് റോഡായി കണക്കാക്കുന്നത്. സ്ലാബ് അതനുസരിച്ച് ബലത്തിലാണ് നിർമ്മിച്ചത് എന്നായിരുന്നു ദേശീയപാത അധികൃതരുടെ വാദം. നിലവിൽ പല ഭാഗത്തും സ്ലാബുകൾ പൊട്ടുന്ന സ്ഥിതിയുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും സർവീസ് റോഡുകളിൽ പ്രകാശിക്കുന്നില്ല. അപകടം മനസ്സിലാക്കുവാനായി നാട്ടുകാർ ഡ്രമ്മുകൾ സ്ഥാപിച്ചും നാട വലിച്ചുകെട്ടിയും താൽക്കാലിക സൂചന നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തകർന്ന സ്ലാബ് മാറ്റി പുതിയത് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. സർവീസ് റോഡുകളിൽ കുഴികൾ, ഒരു ചെറിയ കുഴി ഉണ്ടായാൽ പോലും നികത്താനുള്ള റോ മെറ്റീരിയൽസും ലേബേഴ്സും പരിസരത്തുണ്ടായാൽ പോലും അത് വലിയ കുഴി ആവുന്നത് വരെ കാത്തിരിക്കേണ്ട ഗതികേടാണ്. തൊട്ടടുത്ത് റോ മെറ്റീരിയൽസ് കിടക്കുന്നുണ്ടാവും, ആ കുഴി മാത്രം ഒന്ന് എത്തിയാൽ മതി. അതും ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിച്ചതിന് ശേഷമാണ് അതിന് പരിഹാരം ഉണ്ടാവുന്നത്. ഗുരുവായൂർ നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനത്തിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ഗുരുവായൂർ നഗരസഭ മുനിസിപ്പൽ എഞ്ചിനീയർ E ലീലയ്ക്ക് ചടങ്ങിൽ ജീവനക്കാർ സ്നേഹാദരം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS ചെയർപേഴ്സൺമാർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗര ഉപജീവന കേന്ദ്രം മാനേജർ ഹരിത ഷിജിൻ സ്വാഗതവും നഗര ഉപജീവന മിഷൻ മാനേജർ VS ദീപ നന്ദിയും പറഞ്ഞു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ 2 വർഷം പിന്നിടുമ്പോൾ 2 കോടിയിലധികം രൂപ വരുമാനം നേടിയിട്ടുണ്ട്.
എരുമപ്പെട്ടി നെല്ലുവായി MC റോഡിന് സമീപം കാറിന് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. മച്ചാട് അരിയംപറമ്പിൽ വീട്ടിൽ സുധീഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അപകടം. പരിക്കേറ്റ സുധീഷിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നൂർകുളത്തെ സ്മാർട്ടായ അംഗൻവാടിയിലേക്ക് കുരുന്നുകൾക്ക് എത്തണമെങ്കിൽ ചളിവെള്ളം ചാടിക്കടക്കണം. 5 വർഷമായിട്ടും റോഡ് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പഞ്ചായത്ത് അധികൃതർ. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഞ്ചായത്ത് വാർഡാറിലെ 22ാം അംഗൻവാടിയിലേക്ക് കുരുന്നുകൾക്ക് എത്തണമെങ്കിൽ ദുരിതങ്ങൾ ഏറെയാണ്. ഇതുമൂലം രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞുവിടാൻ വിസമ്മതിക്കുന്ന അവസ്ഥയിലാണുള്ളത്. മാറഞ്ചേരി സ്വദേശിയായ ഹഫ്സയാണ് 2020 അംഗൻവാടിക്ക് വഴിയടക്കം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത്. പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം, ഉപ്പുങ്ങൽ, AEO എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുരുന്നുകൾ ഈ അംഗനവാടിയിലെത്താറുണ്ട്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അംഗനവാടിയിലേക്ക് വരുന്ന വഴിക്ക് അരികിലുള്ള കാനയിലേക്ക് വെള്ളം പൊട്ടിയൊലിച്ച് വഴിയിൽ ചാലുണ്ടായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. മഴ പെയ്തതോടുകൂടി വഴിയിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവിടുന്ന അമ്മമാർക്ക് ടാറിട്ട റോഡ് വരെ മാത്രമാണ് വരാൻ കഴിയുന്നത്. പിന്നീട് കുട്ടികളെ മറ്റുള്ളവരുടെ വീട്ടുപറമ്പിലൂടെ കയറ്റിയിറക്കിയാണ് കൊണ്ടുവരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2020 കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനത്തിൽ തോടുകെട്ടാൻ 5 ലക്ഷവും റോഡിൽ കട്ടവിരിക്കാൻ 5 ലക്ഷവും വകയിരുത്തിയിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി അംഗനവാടി റോഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. നിലവിൽ വഴിക്കിരുവശവും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. കുരുന്നുകൾക്ക് കുത്തിവെപ്പിനും തുള്ളിമരുന്നുകൾ നൽകുന്നതിനും വരുന്ന ആരോഗ്യ ജീവനക്കാർ മീറ്ററുകൾ അപ്പുറമുള്ള ടാർ ചെയ്ത റോഡിൽ നിർത്തിയാണ് അംഗനവാടിയിലേക്ക് വരുന്നത്. ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. ഇതിനുശേഷം ടെൻഡർ എടുത്ത പല റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. നിരവധി തവണ മെമ്പർ അടക്കമുള്ളവരോട് പറഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ ഈ വാർഡിൻ്റെ മുന്നത്തെ നമ്പറായിരുന്നു. ഞാൻ ഉള്ളപ്പോൾ പാസ്സായതാണ് ഈ നഴ്സറി പാസ്സായത്. അപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ റോഡ്. ഇതുവരെ ഈ റോഡിനൊരു തീരുമാനം ഉണ്ടായില്ല. പറയുന്നത് ഇപ്പോൾ വേറൊരാളുടെ പ്രശ്നമായിട്ട് അവരൊന്നും ഇപ്പോൾ പ്രശ്നത്തിലില്ലാന്ന് പറയുന്നു. 10 ലക്ഷം രൂപ ഞാൻ ഉള്ളപ്പോൾ റോഡായ കാരണം 5 ലക്ഷം തോട് കെട്ടാനും 5 ലക്ഷം കട്ട വിൽക്കാനും. പിന്നീടത്തെ മെമ്പർ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ലാപ്സായി പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തോടിൻ്റെ കാരണം ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നഴ്സറിക്ക് പോണ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവരൊക്കെ ഇപ്പോഴും എന്നോട് പറയും. ഞാൻ പറയും നിങ്ങൾ കാര്യപ്പെട്ടവരോട് പറയുമെന്ന് ഞാൻ പറയാറുണ്ട്. അതേസമയം ഈ റോഡിന്റെ നവീകരണത്തിനായി ഫണ്ട് വെച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് റോഡിനെതിരെ പരാതി വരികയും ഇത് തർക്കസ്ഥലമായി മാറുകയും ചെയ്തതെന്ന് വാർഡ് മെമ്പറും പൊന്നീർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ EK നിഷാർ പറഞ്ഞു. ഈ തർക്കഭൂമിയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വാർഡുകളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വികസനം നടത്തേണ്ടതുണ്ട്. പല റോഡുകളും ഉണ്ട്. 10-16ഓളം റോഡുകൾ നമ്മുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരാതിയും കാര്യങ്ങളുള്ള റോഡ് അതിന് പരിഹാരത്തിനായിട്ട് അത് വിടുകയില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പരാതി വെക്കുകയും അതുപോലെ അവിടുത്തെ ഉടമസ്ഥൻ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ അതൊരു മധ്യസ്ഥി പരിഹരിക്കുകയും ചെയ്തു. പക്ഷേ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് വെക്കുമ്പോൾ വില്ലേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം. അപ്പോൾ അളവിൽ വില്ലേജിലേക്ക് അത് അളക്കാൻ വേണ്ടി കൊടുത്തു. അതാണ് അത് സമയബന്ധമായിട്ട് വൈകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നാണ് പരാതി വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജിലേക്ക് അളവിന് നൽകുകയും അത് വൈകിയതിനെ തുടർന്നാണ് ഫണ്ട് ലാപ്സായതെന്നും EK നിഷാർ കൂട്ടിച്ചേർത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായി എഴുത്തിനിരുത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപറ്റിയക്കൽ, ഫാദർ ഷോജോ മഞ്ചാടിക്കൽ എന്നിവർ കുട്ടികൾക്ക് തിരുഹൃദയ സന്നിധിയിൽ ആദ്യാക്ഷരം പകർന്നു നൽകി. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ബേബി, ഡീക്കൻ ബിൻസ് മൂട്ടത്തിൽ, മദർ വിനിത മാത്യു, കൈക്കാരന്മാരായ TS ജെയ്സൺ, TO ഷൈജു, കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളായ KC ഡേവിസ്, AA സെബാസ്റ്റ്യൻ, KK ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. USS സ്കോളർഷിപ്പിൽ ഉന്നത വിജയം സ്വന്തമാക്കി അതിഥി തൊഴിലാളിയുടെ മകൾ സാബ്രിൻ. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ നിന്ന് മികച്ച മാർക്കോടെ സ്കോളർഷിപ്പ് നേടിയ 19 പേരിൽ സാബ്രിന്റെ നേട്ടം വ്യത്യസ്തതയോടെ നിറഞ്ഞു നിൽക്കും. വിദ്യാലയത്തിൽ ഹൃദ്യമായ ആദരവും ഒരുക്കി.
എല്ലാ വർഷവും LSS USS പരീക്ഷയിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൽ ഈ വർഷം അതിഥി തൊഴിലാളിയായ ബഷീർ ഷായുടെ മകൾ സാബ്രി 73 മാർക്ക് നേടിയാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഉത്തർപ്രദേശിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സാബ്രീൻ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും തുടക്കം മുതൽ മികവ് പുലർത്തിയിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ചിട്ടപ്പെടുത്തിയ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന നാടകം പല വേദികളിൽ അരങ്ങേറിയപ്പോൾ മികച്ച കഥാപാത്രമായി സാബ്രീൻ നിരവധി പ്രശംസകളും നേടിയിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ വന്ന കാരണം ഇവിടുത്തെ സ്റ്റാഫ്, ടീച്ചേഴ്സ്, മാഷുമാർ എല്ലാവരും നല്ല കൂട്ടായിരുന്നു. ഫ്രണ്ട്സ് കാരണം ഇവരുടെ സ്റ്റാഫ് കാരണമൊക്കെ ഇവിടെ മലയാളം പഠിക്കാൻ പറ്റി. ഇവരുടെ സപ്പോർട്ട് കാരണം ഞാൻ ഇന്ന് ഈ സ്കോളർഷിപ്പ് നേടി. എനിക്ക് വളരെ സന്തോഷം. ഇവിടെ വന്നിട്ട് എനിക്ക് തീരെ മലയാളം അറിയണ്ടായിരുന്നില്ല. ഇവിടുത്തെ സ്റ്റാഫ്, ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ കൂട്ടായിട്ട് അവരൊക്കെ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഇനിയും പഠിക്കണം എന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 7 വരെ ഉള്ളൂ. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എന്നാലും നല്ല സന്തോഷമുണ്ട്. സ്കൂൾ കലാമേളയിൽ ഹിന്ദി കഥാരചനയിൽ ഉപജില്ലയിൽ 1ാം സ്ഥാനവും ജില്ലയിൽ A ഗ്രേഡും നേടി. മികച്ച സാഹിത്യ പ്രതിഭകൾക്കായി ചൊവ്വല്ലൂരിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാരം ഈ വർഷം കരസ്ഥമാക്കിയത് സാബ്രീനാണ്. കായികരംഗത്ത് ഡിസ്കസ് ത്രോ, ഷോട്ട്പുട്ട് എന്നീ സ്പോർട്സ് ഇനത്തിലും കരാട്ടെ ഗെയിംസ് ഇനത്തിലും വിദ്യാലയത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിലെ മികച്ച ഗൈഡായും സാബ്രീൻ പ്രവർത്തിക്കുന്നുണ്ട്. പിതാവ് ബഷീർ ഷാ ഗ്ലാസ് ക്രാഫ്റ്റ് വർക്ക് ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. ഒഴിവ് സമയങ്ങളിൽ സാബ്രീൻ പിതാവിനെ സഹായിക്കാനും ഒപ്പം കൂടും. मेरा बच्चे इधर स्कूल में पढ़ता है, मुझको बहुत अच्छा लगा. और इधर अपना टीचर है और मास्टर सर है, इनका बहुत बहुत धन्यवाद. और मुझे बहुत फ़ख्र हो रहा है, मेरे बच्चे यहाँ तक पहुँच गए. केरला आया इधर तो बहुत अच्छा है. इधर का पूरा लोग अच्छा है. इधर ही स्कूल में एडमिशन कराया फर्स्ट से. इधर पूरा टीचर, पूरा स्टाफ, सर पूरा अच्छा है. തസ്മീനയാണ് മാതാവ്. സ്കൂളിൽ പ്രധാനാധ്യാപകൻ KS സജീവ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാബ്രീനെ ആദരിച്ചു. നമ്മുടെ വിദ്യാലയം എല്ലാ വർഷവും LSS USS സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടാറുണ്ട്. ഈ വർഷം വളരെയധികം കുട്ടികൾ, അതായത് 19 കുട്ടികൾ USS വിജയം നേടി. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ഉത്തർപ്രദേശുകാരിയായ സാബ്രിൻ്റെ വിജയം. അതാണ് നമുക്ക് ഈ 19-ലെ ഏറ്റവും മധുരമുള്ള വിജയം. PTA പ്രസിഡന്റ് PA ദിനുദാസ്, മാനേജർ പ്രതിനിധി സുജിത് KR, PTA പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നീർമാതളപ്പൂവ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 16 വർഷം. പ്രണയത്തിന്റെ ഭാഷ അതിതീവ്രമായി അനുവാചകരിലേക്ക് എത്തിച്ച മലയാളത്തിന്റെ പ്രിയ കഥാകാരിയായിരുന്നു കമല സുരയ്യ. സ്നേഹം മനുഷ്യജീവിതത്തിനടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും അതിൽ ചരിക്കുകയും ചെയ്ത എഴുത്തുകാരി സ്നേഹത്തിന്റെ കണിക്കൊന്നകൾ ആദ്യം തളിർക്കേണ്ടത് മനുഷ്യ മനസ്സുകളിലാണെന്ന് വിശ്വസിച്ചിരുന്നു. ചെറുപ്പകാലം മാതാപിതാക്കളോടൊപ്പം കൽക്കട്ടയിൽ ചെലവഴിക്കുമ്പോഴും ആമി മനസ്സുകൊണ്ടെന്നും പൊന്നൂർകുളത്തെ നാലപ്പാട്ടു തറവാട്ടിലായിരുന്നു. അവിടുത്തെ തൊടിയിലും പാടത്തും സർപ്പക്കാവുകളിലും കുളക്കരയിലും അമ്മമ്മയുടെ കൈപിടിച്ചു നടക്കുകയായിരുന്നു. തനിക്ക് ഏറെ വാത്സല്യം പകർന്നു നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള തൃഷ്ണയിൽ എല്ലാ വേനലവധിക്കും മാധവിക്കുട്ടി നാലപ്പാട്ടെത്തിയിരുന്നു. മലയാള നാടിനോടുള്ള ഇഷ്ടമാകാം ജന്മസിദ്ധമായ കഴിവ് മലയാള ഭാഷയിലൂടെ മലയാളികളുടെ വായനയ്ക്ക് രസം പകർന്നപ്പോൾ മാധവിക്കുട്ടി മലയാളികളുടെ മാനസപുത്രിയായത്. വാക്കുകളുടെ ലാളിത്യം സാധാരണക്കാരൻ്റെ വായനകൾക്ക് വിരുന്നൊരുക്കിയപ്പോൾ തങ്ങളുടെ എഴുത്തുകാരിയെ അവർ ഹൃദയത്തോടെ ചേർത്തു നിർത്തി. സ്ത്രീകാമനകൾ നിറഞ്ഞുപൂത്തൊരു നിർമാതളമായിരുന്നെങ്കിലും ഒരിക്കലും മാധവിക്കുട്ടി ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയായിരുന്നില്ല. എന്നാൽ ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മ എഴുത്തുകാരിയെ പലപ്പോഴും വേദനിപ്പിച്ചു. സ്വന്തം ജീവിതത്തെ ലോകത്തിനു മുന്നിൽ ഇത്രയും തുറന്നു വരച്ചു കാട്ടിയ ഒരു എഴുത്തുകാരും ഉണ്ടായിട്ടില്ല. അതായിരുന്നു മാധവിക്കുട്ടിയുടെ പ്രത്യേകതയും. ബോംബെ പട്ടണത്തിലെ തിരക്കുപിടിച്ച ജീവിതത്തിലും എഴുത്തിനോടുള്ള അഭിനിവേശത്താൽ ഉറങ്ങുക പോലും ചെയ്യില്ലായിരുന്നു ഈ അക്ഷരസ്നേഹി. പകൽ സാഹിത്യ സദസ്സുകളും കവിയരങ്ങുകളും വിരുന്നു സൽക്കാരങ്ങളും കഴിഞ്ഞ് ഭർത്താവും മക്കളും ഉറങ്ങുമ്പോൾ തൻ്റെ ടൈപ്പ്റൈറ്ററുമായി പുലരുവോളം എഴുതുമായിരുന്നു അവർ. മതമാറ്റത്തിൻ്റെ പേരിൽ പലരിൽ നിന്നും അവഗണനയും ഒറ്റപ്പെടുത്തലും ഉണ്ടായപ്പോഴും അതിനു മുന്നിൽ പതറാതെ തൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ കമല സുരയ്യയ്ക്ക് കഴിഞ്ഞുവെന്ന് വേണം വിശ്വസിക്കാൻ. കാലങ്ങൾ മാറി വരട്ടെ, കൂടുവിട്ടുപോയ പക്ഷി തിരികെ വരട്ടെ, മഴ വന്നു പോയാൽ വെയിൽ വരട്ടെ, സ്നേഹിക്കുന്നവരെ സുരയ്യ ഇവിടുണ്ടാകും.
എത്ര തന്നെ ദാനം ചെയ്താലും പിന്നെയും പെരുകുന്ന സ്നേഹവുമായി സുരയ്യ ഇവിടുണ്ടാകും. സ്നേഹമാണെൻ്റെ സക്കാത്ത്. പ്രിയ സാഹിത്യകാരിയുടെ ഓർമ്മപ്പൂക്കളുമായി ഇന്നും സർപ്പക്കാവിൽ തലയെടുപ്പോടെ തണൽ വിരിച്ചു നിൽക്കുന്നുണ്ട് ആ നീർമാതളങ്ങൾ. വെള്ളപ്പൂക്കൾ ചുറ്റും വിതറി കണ്ണുകൾക്ക് വസന്തവും നാസാരദ്രങ്ങൾക്ക് സൗരഭ്യവുമായി. സ്നേഹത്തിൻ്റെ അച്ചടിമഷി പുരണ്ട രചനകൾ നീർമാതളപ്പൂക്കളുടെ സൗരഭ്യം പോലെ അന്നും ഇന്നും എന്നും മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവയ്ക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കമലാ സുരയ്യ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. പുന്നയൂർക്കുളം കമലാ സുരയ്യ സ്മാരക സമുച്ചയത്തിൽ നടത്തിയ അനുസ്മരണം KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഹരിത സാവിത്രി അനുസ്മരണ പ്രഭാഷണം നടത്തി. ശില്പി ഷെറിൽ നിർമ്മിച്ച കമലയുടെ അർദ്ധകായ പ്രതിമയുടെ സമർപ്പണം അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ നിർവഹിച്ചു. നസീർ കടിക്കാടിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ മുൻമന്ത്രി VS സുനിൽകുമാർ സംസാരിച്ചു. CP അബൂബക്കർ സ്വാഗതവും KB സുകുമാരൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരും സംബന്ധിച്ചു. നടക്കാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചുപോയാൽ എല്ലാ മതപരമായിട്ടുള്ള എഴുത്തും വിഭാഗങ്ങളും അനുസ്മരണമുണ്ട്. ചാത്തോട്ടൽ ഒരു അനുസ്മരണമാണ്. പക്ഷെ ചാത്തോട്ടുന്ന സമയത്ത് നമ്മൾ ഭൂതകാലത്തിൽ പോയി അവരെ കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ എഴുത്തുകാരെല്ലാം അനുസ്മരിക്കുമ്പോൾ അവർ വർത്തമാനകാലത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അവർ ഇവിടെ ഇല്ലെങ്കിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അവരുടെ എഴുത്ത്, അവരുടെ വാക്കുകൾ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്ത് സക്രിയമായിരിക്കുന്നു എന്നതാണ് അവരെ കൂടുതൽ പ്രസക്തരാക്കുന്നത്. സാധാരണ നമുക്ക് സ്നേഹബന്ധമുള്ളവർ മാത്രമായിട്ടുള്ളവരെ അനുസ്മരിക്കലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് കമലാ സുരയ്യയെ പോലെയുള്ളവരുടെ അനുസ്മരണം വ്യത്യസ്തമാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. 9 ദിവസമായി പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം സമാപിച്ചു. ക്ഷേത്രത്തിൽ തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിൽ രാവിലെ 5:30 നട തുറക്കൽ, നിർമ്മാല ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, 25 കലശത്തോടെയുള്ള ഉച്ചപൂജ എന്നിവ നടന്നു. പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തുടർച്ചയായി 6ാം വർഷമാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുന്നത്. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം യജ്ഞാചാര്യൻ ഗുരുവായൂർ മണികണ്ഠവാര്യരും യജ്ഞ പൗരാണികളായ ആദിനാട് മോഹൻകുമാർ, രഘുനാഥ് രാമങ്കരി, മധു പുനലൂർ എന്നിവരും ചേർന്ന് സമാപന പാരായണം നടത്തി. തുടർന്ന് മഹാ ആരതി, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം, പ്രസാദഊട്ട് നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 ക്ഷേത്രക്കുളത്തിൽ ആറാട്ടിനുശേഷം ദേവീ ചൈതന്യം ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചതോടെ യജ്ഞത്തിന് സമാപനമായി. യജ്ഞത്തിന് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, ക്ഷേത്രകോമരം വിനോദ്, ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ട്രഷറർ വിശ്വനാഥൻ ഐനിക്കൽ, ക്ഷേത്രമൂരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്തും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മെയ് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KA ഡേവിക്ക് പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് നൽകി. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് DYSP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ ഉപഹാരം കൈമാറി. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ V രവികുമാർ, സബ് ഇൻസ്പെക്ടർ P സേതുമാധവൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ TP രാജീവ്, പ്രദീപ്, കമലം പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, കുന്നംകുളം, ചാലിശ്ശേരി, പട്ടാമ്പി, ഷൊർണൂർ എന്നീ സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ദേവി 27 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനത്തിന് തുടക്കമായി. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കലാപരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ജുജു ജോർജ്, സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ MR രാജേഷ്, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിശീലനം നൽകുന്ന മോഹിനിയാട്ടം അധ്യാപിക അനഘദാസ് മോഹിനിയാട്ടം കലാപരിശീലനത്തിന്റെ ഭാഗമായുള്ള മുദ്രകൾ സദസ്സിന് പരിചയപ്പെടുത്തി. കൂടിയാട്ടം കലാകാരി MV അങ്കന കൂടിയാട്ടം പരിശീലനത്തിൽ നേത്രചലനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തിമില കലാകാരനായ MR ഷാഹുൽ തിമില പരിശീലനം നേടുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ സംബന്ധിച്ചും ക്ലാസുകൾ നയിച്ചു.
മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ 2-ന് സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളുടെ ആശ്രയമായ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുനർനിർമ്മാണം എവിടെയും എത്തിയില്ല. പരാതി ഉയർന്നു. 2015-16 വർഷം വി.ടി. ബൽറാം എം.എൽ.എയുടെ സ്മൈൽ തൃത്താല പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രമാണ് വർഷങ്ങളായി തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അന്ന് ടൂറിസം മന്ത്രി A.P. അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച ഹൈടെക് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ FM റേഡിയോ, വൈഫൈ, സോളാർ വൈദ്യുതി ഉപയോഗിച്ചുള്ള ലൈറ്റ് എന്നിവ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷത്തിനകം തന്നെ തകരാറിലായി. 2019 ജൂൺ മാസം വലിയ ബോർഡും തകർന്നു. പഞ്ചായത്ത് അധികൃതർ കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മാണം നടത്തുമെന്ന് പറയുക മാത്രമാണ് ഇത്രയും കാലം ചെയ്തത്. നിലവിൽ കാത്തിരിപ്പ് കേന്ദ്രം മേൽക്കൂര, ഷീറ്റും സീലിംഗും ഇരിപ്പിടവും തകർന്ന് തരിപ്പണമായി. സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ 7 ഇരുമ്പുകമ്പികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. കേടുപാടുകൾ തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും കുടയാണ് ആശ്രയം. LP, ഹൈസ്കൂൾ, +2 വിഭാഗങ്ങളിലായി 3000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന അടക്ക വിപണന കേന്ദ്രത്തിലേക്കും എത്തുന്നവരുടെയും ആശ്രയമാണ് കാത്തിരിപ്പ് കേന്ദ്രം. അതേസമയം കാലങ്ങളായി ശോച്യാവസ്ഥയിൽ കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പുനർനിർമ്മാണം നടത്തുമെന്നും ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കൂട്ടൻ പറഞ്ഞു. സംസ്ഥാന പാതയിൽ അക്കിക്കാവ് കമ്പിപ്പാലം കൊങ്ങണൂർ റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാരെ വലയ്ക്കുന്നു. മഴവെള്ളത്തിനൊപ്പം 2ഇടത്ത് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നുമുണ്ട്. ഇതോടെ കൊങ്ങണൂർ റോഡിൽ പലയിടത്തും മുട്ടിനൊപ്പം വെള്ളമുണ്ട്. കനത്ത മഴയിൽ കൊങ്ങണൂർ ഭാഗത്തുനിന്ന് കാനയിലൂടെ വെള്ളം സംസ്ഥാന പാതയോരത്തേക്കാണ് ഒഴുകിയെത്തുന്നത്. നിർമ്മാണം നടക്കുന്ന കലുങ്കിനടിയിലൂടെ വെള്ളം ആശാരിത്തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. എന്നാൽ കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കലുങ്കിനടിയിൽ താൽക്കാലികമായി ഇട്ട പൈപ്പിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുമ്പോൾ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതിന് പുറമെ പൈപ്പ് പൊട്ടിയ വെള്ളം കൂടിയായതോടെ കൊങ്ങണൂർ റോഡിൽ വെള്ളക്കെട്ടിന് ശമനമുണ്ടാകുന്നില്ല. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തുകയും കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കലുങ്ക് നിർമ്മാണവും ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റലും കാരണം പാറയമ്പാടത്ത് ഒരു ദിശയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസ് തുറന്നതോടെ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കിന് പരിഹാരമായി. CCTVയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കോർഡിനേറ്റർ MG വിമൽ കുമാറിന് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. ജനറൽ മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാരായ ജോസ് മാളിയക്കൽ, നജീബ്, ഹരിയില്ലത്ത്, ടോണി PS, നിഷ നവീൻ, രമ്യ സനിൽ, സമരിയ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപനത്തിന്റെ ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ സമ്മാനിച്ചു. വിമൽ കുമാർ മറുപടി പ്രസംഗവും നടത്തി. കാട്ടകാമ്പാൽ കനിവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് മനുഷ്യച്ചങ്ങല തീർക്കും. കിഴക്കുമുറി ആലവഴി മുതൽ VS വേലായുധൻ നായർ നഗർ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. അർഹരായവർക്ക് പഠനോപകരണ വിതരണവും ഉണ്ടാകും. കനിവ് സൊസൈറ്റി ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്യും. പ്രധാന പാതകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാവക്കാട് വസന്തം കോർണറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുൻപിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം മുൻ DCC പ്രസിഡന്റ് മുൻ MLA-മായിരുന്ന MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TS അജിത്ത്, ഗോപപ്രതാപൻ, KV സത്താർ, ബാലൻ വാർനാട്ട്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമം കുറിച്ച് പപ്പി വീട്ടിൽ തിരിച്ചെത്തി. തന്റെ പ്രാണൻ തിരിച്ചു കെട്ടിയെന്ന് ടീച്ചർ. നിമിത്തമായത് CCTV വാർത്ത. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായ കടിക്കാട് കാട്ടാമ്പിൽ ചന്ദ്രൻ മകൾ സിജിക്ക് തന്റെ പപ്പിയുടെ അപ്രത്യക്ഷമാകൽ താങ്ങാനാവുന്നതിനുമപ്പുറമായിരുന്നു. മൃഗസ്നേഹിയായ സിജി 3 വർഷങ്ങൾക്ക് മുൻപ് മറ്റെന്തോ കാര്യത്തിന് പരൂർ മൃഗാശുപത്രിയിലെത്തിയപ്പോഴാണ് 15 ദിവസം മാത്രം പ്രായമുള്ള നായക്കുട്ടിയെ കിട്ടിയത്. 4 കുട്ടികളുമായി അപകടത്തിൽപ്പെട്ട പട്ടിയെ അന്നത്തെ വെറ്റിനറി ഡോക്ടർ പ്രഭാകരൻ പരിചരിക്കുന്നതിനിടയിലാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നായക്കുട്ടിയെ ടീച്ചർ സ്വന്തമാക്കിയത്. പിന്നീട് പപ്പി ടീച്ചറുടെ കളിക്കൂട്ടുകാരനും കാവൽക്കാരനും മകനുമായി മാറുകയായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിലെ പ്രധാന ഹാളിലാക്കി വീട് പുറത്തുനിന്ന് പൂട്ടിയാണ് ടീച്ചർ പോവുക.
തിരിച്ചുവരുന്നതും കാത്ത് തുറന്നിട്ട ജനലിനരികിൽ പപ്പി ഇരിക്കും. സമയാസമയം വാക്സിനുകളും വളർത്തുവാനുള്ള ലൈസൻസും ടീച്ചർ ഇവന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. ടീച്ചറുടെ മാത്രമല്ല അയൽവീടുകളിലെ കുട്ടികളുമായും പപ്പി നല്ല അടുപ്പമായിരുന്നു. അവരുമായി പന്തു കളിക്കാനും ഇവൻ കൂടാറുണ്ട്. എന്നാൽ അപരിചിതരെ കണ്ടാൽ നിർത്താതെ കുരച്ച് വീട്ടുകാരെ അറിയിക്കും. ഫോട്ടോ പകർത്തുന്നതിനോട് താല്പര്യമില്ലാത്ത പപ്പി കഴിഞ്ഞ 23-നാണ് കാണാതാവുന്നത്. വീടിനു വെളിയിൽ കറങ്ങാനിറങ്ങിയ പപ്പി പെട്ടെന്നുണ്ടായ ശക്തമായ മഴയിലും ഇടിമുഴക്കത്തിലും പേടിച്ച് ദിക്കുമാറി പോവുകയാണ് ഉണ്ടായത്. പല സ്ഥലങ്ങളിലും അയൽവാസി സുഭാഷുമത്ത് അന്വേഷിച്ചെങ്കിലും പിന്നീട് അവനെ കണ്ടെത്താനായില്ല. തുടർച്ചയായി മഴ പെയ്തതോടുകൂടി പപ്പിയെ അന്വേഷിച്ചു കണ്ടെത്തുക പ്രയാസമായതിനാൽ കുന്നംകുളം CCTVയിൽ തന്റെ പപ്പിയുടെ കാണാതായ വാർത്ത നൽകി. കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5000 രൂപ പ്രതിഫലം നൽകുമെന്നും ടീച്ചർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കടിക്കാട് കിട്ടപ്പടി ഓസാരു വീട്ടിൽ ഷമീർ, തൃപ്പറ്റ് ദുബായ് പടി റോഡിൽ വെച്ച് വാർത്തയിൽ പറഞ്ഞ അടയാളങ്ങളുള്ള നായ കറങ്ങുന്നുണ്ടെന്ന വിവരം ഫോണിൽ വിളിച്ച് ടീച്ചറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ടീച്ചർ സുഭാഷിനെയും കൂട്ടി സ്ഥലത്തെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്നാലും തന്റെ പൊന്നോമന പരിസരത്തുണ്ടെന്ന ആശ്വാസത്തിലായിരുന്നു ടീച്ചർ. ഉറക്കമില്ലാത്ത രാവുകളിൽ മാനസികമായി തകർന്നിരിക്കുന്നതിനിടയിൽ 4 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം പപ്പി വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. തനിക്ക് തെല്ലാശ്വാസം പകരുകയും പപ്പിയെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്ത ഷമീറിനെ പാരിതോഷികം നൽകുകയും കുന്നംകുളം CCTVയോട് പ്രത്യേക കടപ്പാട് അറിയിക്കുകയും ചെയ്തു. പപ്പിയെ കൂടാതെ ടീച്ചറുടെ പരിചരണത്തിൽ 2 ആടുകളും 1 പശുവുമുണ്ട്. കടൽമണൽ ഖനനത്തിനെതിരെയും മത്സ്യത്തൊഴിലാളി രംഗത്തെ സർക്കാർ അവഗണനയ്ക്കെതിരെയും മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചാവക്കാട് ബീച്ചിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. ലീഗ് മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ, ട്രഷറർ RV അബ്ദുൾ റഹീം, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുൽ ആബിദിൻ സ്വാഗതവും ട്രഷറർ ലത്തീഫ് പാലിയൂർ നന്ദിയും പറഞ്ഞു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി നടത്തിയ സെൽഫി മത്സരത്തിലെ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയൻ പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്രവേദിയും ചേർന്നാണ് തിരുനാൾ സെൽഫി മത്സരം നടത്തിയത്. ജെയ്സ് വിൻസൻ വയനാട്, ഷീബ ബാബു കൂനമുച്ചി, ഫിനി ജിൻഡോ എന്നിവർ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചിമ്പകശ്ശേരി വിതരണം ചെയ്തു. കൈക്കാരന്മാരായ OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, ഭാരവാഹികളായ റാഫി നീലങ്കാവിൽ, റജി വിളക്കാട്ടുപാടം, KC അഭിലാഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. MGO-CSM കുന്നംകുളം ഭദ്രാസനത്തിന്റെയും MGO-CSM സീനിയർ ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി കൂട്ടായ്മയായ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റായ MGO-CSMന്റെ കരിയർ ഗൈഡൻസ് സെമിനാർ ശനിയാഴ്ച ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. സഭയുടെ കുന്നംകുളം ഭദ്രാസന മെത്രോപൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. MGO-CSM സീനിയർ ഫോറം വൈസ് പ്രസിഡന്റ് ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. കേന്ദ്ര MGO-CSM IAS ഹബിന്റെ ഡയറക്ടറും ഓർത്തഡോക്സ് സ്റ്റുഡന്റ് സെന്ററിന്റെ ഡയറക്ടറുമായ ഫാദർ സജി മേക്കാട്ട് ക്ലാസ് നയിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പഠനോപകരണ വിതരണം നടന്നു. ഭദ്രാസന സീനിയർ വൈദികൻ ഫാദർ പത്രോസ് J പുലിക്കോട്ടിൽ, MGSM കുന്നംകുളം ഭദ്രാസനം വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ജോസ്, കുന്നംകുളം ഭദ്രാസനം ജനറൽ സെക്രട്ടറി അബിയ M സാമുവൽ, MGO-CSM സീനിയർ ഫോറം സെക്രട്ടറി നിക്സൺ PI എന്നിവർ സംസാരിച്ചു. ഭദ്രാസനത്തിലെ നിരവധി വൈദികർ സംബന്ധിച്ചു. ഉപരിപഠനത്തെ സംബന്ധിച്ചുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യവുമുണ്ടായിരുന്നു. ചൊവ്വനൂർ മർത്തോമ സിറിയൻ LP സ്കൂളിൽ LSS വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ സ്നേഹ KM, ഫെർണാഡോ, ടെൽജോ MT, റന നസ്രിൻ AU, വിനായക വേണു, മുഹമ്മദ് നിദാൽ, ലക്ഷ്മി ദേവി R, എയ്റിൻ KF എന്നിവർക്ക് സ്കൂളിൽ ആദരമൊരുക്കി. കുന്നംകുളം AEO A മൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ അജിത് M ചീരൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജേന്ദ്രൻ CJ, PTA വൈസ് പ്രസിഡന്റ് രമേശ് KV എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ഷീബ CS സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിജി K ജോർജ് നന്ദിയും പറഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നിലം തൊടാതെ 100 തവണ ഫുട്ബോൾ അടിച്ച് 10 വയസ്സുകാരന്റെ പ്രകടനം നാട്ടുകാർക്ക് കൗതുകമായി. കടവല്ലൂർ പഞ്ചായത്തിലെ പാതാക്കര മൊടങ്ങേത്ത് മുസ്തഫ മുബീന ദമ്പതികളുടെ മകൻ
മുഷ്ഫിഖുൽ ഹക്കിൻ്റെതാണ്. നാട്ടുകാരെ അമ്പരപ്പിച്ച് ഒറ്റത്തവണ മേലോട്ടടിച്ച ഫുട്ബോൾ നിലം തൊടാതെ 100 തവണ കാലുകൊണ്ട് തട്ടിയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ചങ്ങരകുളം SM ഇംഗ്ലീഷ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 1ാം ക്ലാസ് മുതൽ ഫുട്ബോൾ കളിയിൽ അതീവ തൽപരനായ ഹക്ക് നാട്ടുകാർക്കേറെ പ്രിയങ്കരനാണ്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. തിളക്കമുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുണ്ട ഉദ്ദേശങ്ങൾ, ആകർഷണീയത അനാവരണം ചെയ്യുന്നുവെന്ന 2025 ദിനസന്ദേശം ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസ് സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള നേതൃത്വം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിവ്യ റനീഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രമാബാബു, ഷീബ ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി CO ആൻഡോ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ബിജു VL, ശരത് TS, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ KR ഷേർലി, ജസ്ന ജോസ്, KV വിനീത തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയ അധ്യാപകർ, ജനപ്രതിനിധികൾ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ജൂനിയർ റെഡ് ക്രോസ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുകയില നിരോധന നിയമം 2003 കാര്യക്ഷമമായി പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. പുരസ്കാരം നേടിക്കൊടുത്ത ഗദ്യ കവിതാ സമാഹാരം കുന്നംകുളം നഗരസഭാ ലൈബ്രറിയിലേക്ക് കൈമാറി കവിയും അധ്യാപകനുമായ വിനോദ് P. ആചാരി. ആകാശമേ എന്ന ഗദ്യ കവിതാ സമാഹാരത്തിനാണ് കവിയും അധ്യാപകനുമായ കാക്കനാട് തെങ്ങോട് സ്വദേശി വിനോദ് P. ആചാരിക്ക് തിരുവനന്തപുരം നവപ്രതിഭ സാഹിത്യവേദിയുടെ സുവർണ തൂലിക പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരം ചിത്തരഞ്ജൻ സ്മാരക ഹാളിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ നടൻ MR ഗോപകുമാറാണ് പുരസ്കാരം സമ്മാനിച്ചത്. കുന്നംകുളം നഗരസഭാ ലൈബ്രറിയിലേക്കായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കവിതാ സമാഹാരം ഏറ്റുവാങ്ങി. ഇതുവരെ 2000-ഓളം കവിതകൾ വിനോദിന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിലുള്ള 5ഓളം മറ്റ് അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അധ്യാപകനായിരുന്നു വിനോദ്. ഇപ്പോൾ മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ അധ്യാപകനാണ്. നീതു ഭാര്യയും സിദ്ധാർത്ഥൻ മകനുമാണ്. കരുവന്നൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട MP K. രാധാകൃഷ്ണനും MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് ശേഷം മേഖലാ പ്രസിഡന്റ് അംബിക അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം യുവമോർച്ച ഇരുമ്പപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. പ്രതികളായവർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ CPM തന്നെ ഇവരെ പുറത്താക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ മേഖലാ ജനറൽ സെക്രട്ടറി പ്രതീഷ്, ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുണ്യശ്ലോകനായ പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ആശുപത്രിയിലെ പാമ്പാടി ചാപ്പലിൽ വെള്ളിയാഴ്ച ഫാദർ ഉറുമ്പിൽ ജോൺ കോറോപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ സന്ധ്യാ നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾ ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ കുന്നംകുളം ഭദ്രാസനാധിപനും ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും നടന്നു. കോറോപ്പിസ്കോപ്പമാർ, മറ്റ് വൈദികർ, കന്യാസ്ത്രീകൾ, ആശുപത്രിയിലെ ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശുപത്രി മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുർബാനയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൻസി P. അബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ വിവിധ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വിശദാംശങ്ങളിലേക്ക്. DYFI ചൂൽപ്പുറം സൗത്ത് യൂണിറ്റിന്റെയും ചെന്തളിർ സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ SSLC +2 വിജയികളെ ആദരിച്ചു. മേഴ്സി കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ഉദ്ഘാടനം ചെയ്തു. DYFI ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, പ്രസിഡന്റ് KS അനൂപ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. വാർഡിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിച്ചു. DYFI കോട്ടപ്പടി മേഖലാ സെക്രട്ടറി PT ദിനിൽ, യൂണിറ്റ് സെക്രട്ടറി അഞ്ജു സുഭാഷ്, ബ്രാഞ്ച് സെക്രട്ടറി KK അഭിലാഷ്, CDS ചെയർപേഴ്സൺ മോളി ജോയ്, ADS അംഗം ജാൻസി വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും
കലാകായിക പ്രതിഭകളെയും ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. പ്രമുഖ നർത്തകി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷനായി. സെക്രട്ടറി PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലളിത ഗോപി, KK മണി, പഞ്ചായത്ത് മെമ്പർമാർ, മുൻ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രസിഡൻസി കരിയർ പോയിന്റിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. സജി പ്രസിഡൻസി, അക്ഷയ് T ഹരികൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. CPM DYFI ചെറപ്പറമ്പിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മോഹിനിയാട്ടത്തിൽ ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ അനഘയെയും ആദരിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, 15-ാം വാർഡ് മെമ്പർ ഹസനുൽ ബന്ന, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി മെമ്പർ MB പ്രവീൺ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി പീതാംബരൻ എന്നിവർ മുഖ്യാതിഥികളായി. CPM ചെറപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ദീപക്, DYFI ചെറപ്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. CPIM ചെറനല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കൂടെ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പൂമരം പ്രവാസി വേദി അംഗം അജ്മൽ, CPM ബ്രാഞ്ച് സെക്രട്ടറി TK ഹക്കീം എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ നൽകി. മറ്റു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പയ്യൂർക്കാവ് ദൃശ്യം മീഡിയ ആൻഡ് ന്യൂസ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി കാവടിപ്പുരയിൽ നടത്തിയ ചടങ്ങിൽ ദൃശ്യം ഗ്രൂപ്പ് അഡ്മിൻ PU പ്രസാദ് അധ്യക്ഷനായി. ദൃശ്യം മീഡിയ ഫൗണ്ടറും എഡിറ്ററുമായ സുരേഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ ഗ്രൂപ്പ് അഡ്മിൻ CP പ്രജനീഷ്, പയ്യൂർക്കാവ് ദേശം കമ്മിറ്റി അംഗങ്ങളായ P മഹേഷ്, രാജീവ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. പയ്യൂർക്കാവ് വനിതാ കൂട്ടായ്മ അംഗങ്ങളായ മിനി സോമൻ, മഞ്ജു പ്രജനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും നാട്ടുകാരും സംബന്ധിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച സെന്റ് ജോൺ OP ബ്ലോക്കിന്റെയും ലാബ് കളക്ഷൻ സെന്ററിന്റെയും രോഗനിർണയത്തിനുള്ള ലാബിലെ ആധുനിക മെഷീനറികൾ, ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും കൂദാശ കർമ്മം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിലും കോറെപ്പിസ്കോപ്പമാർ, വൈദികർ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും നടന്നു. തുടർന്ന് 10 മണിക്ക് നടന്ന പൊതുസമ്മേളനം ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയിൽ അധ്യക്ഷത വഹിച്ചു. മെത്രാപ്പോലീത്തമാരായ തോമസ് മാർ അത്താനാസിയോസ്, ഗീവർഗീസ് മാർ യൂലിയോസ് എന്നിവർ പുതുതായി കൂദാശ ചെയ്ത സംരംഭങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൺസി എബ്രഹാം, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, പ്രൊഫസർ ഉട്ടൂബ് CC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചാത്തന്നൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. റോബോട്ടിംഗ് എക്സ്പെർട്ട് സ്റ്റെറിൻ ജുബി, AI എഞ്ചിനീയറിംഗ് എക്സ്പെർട്ട് ശ്രീലക്ഷ്മി M, ആലിയ ഹുദ എന്നിവർ ക്ലാസ് എടുത്തു. പ്രോഗ്രാം ഓഫീസർമാരായ ദേവിക ദിനേശ്, ആര്യ സദാനന്ദൻ, ജീവനക്കാരായ T സുമിത, മഞ്ജു CS എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,920 രൂപ, സ്വർണം പവന് 71,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചർമ്മം ആളൂർ കല്ലായിൽ വേലായുധൻ മകൻ ശ്രീധരൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പോർക്കുളം പെരുമ്പാള ഗോപാലൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. കമലാക്ഷി ഭാര്യയും രാജൻ, ഉഷ എന്നിവർ മക്കളുമാണ്. വാഗ ചെറുവത്തൂർ ദേവസി മകൻ വർക്കി എന്ന വർഗീസ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഫിലോമിന ഭാര്യയും ജസീന്ത ജോൺസൺ മകളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
അതിതീവ്ര മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. മഴയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട AC മൊയ്തീൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കാശുള്ളവനോ കാശില്ലാത്തവനോ എന്ന വലിപ്പച്ചെറുപ്പമില്ലാതെ വഴിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരിൽ നിന്ന് ദയാദാക്ഷിണ്യമില്ലാതെ പിഴ ഈടാക്കുമെന്നും 1.5 വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യവിമുക്തമാക്കുമെന്നും തദ്ദേശ മന്ത്രി MP രാജേഷ്. ചാവക്കാട് നഗരസഭയിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പൊതുജനങ്ങളുടെയും പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സ്വപ്നമായ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.